കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകൂടി എന്ന റിപ്പോർട്ട്. ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തടക്കം വിവിധ ഇടങ്ങളിലായാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ചൈനീസ് പൗരന്മാരും. SCO രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകൂടി ഈ മാസം 15-നും 16-നും പാകിസ്ഥാനിൽ നടക്കും. കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകൂടി എന്ന റിപ്പോർട്ട് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകൂടി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, തീർച്ചയായും 15-16 ദിവസങ്ങളിലാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അതായത് SCO മീറ്റിംഗ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു അന്താരാഷ്ട്ര സംവിധാനത്തിൻ്റെ ഒരു മീറ്റിംഗ് ആണ്. നമുക്ക് അറിയാവുന്നതാണ്. നിലവിലെ ഈ സംഘടനയുടെ അംഗങ്ങൾ തന്നെ 9ഓളം അംഗങ്ങളുടെ എല്ലാ അംഗരാഷ്ട്രങ്ങളിലെയും ഈ ഒരുക്കങ്ങൾക്കായുള്ള മറ്റ് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ചിലയിടങ്ങളിലുണ്ട്, ചില രാജ്യങ്ങളുമായുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ അതായത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതൽ ആളുകൾ എത്തുന്നു എന്നതാണ് പ്രത്യേകത എന്നതാണെങ്കിൽ കൂടി നേരത്തെ തന്നെ ആളുകൾ എത്തിയിരുന്നു. അത്തരത്തിൽ ചൈനയിൽ നിന്നെത്തിയ ഒരു ചൈനയിൽ നിന്നെത്തിയ കുറച്ച് പേരുടെ ഒരു കോൺവോയ് സഞ്ചരിക്കുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. 3 പേർ മരിക്കുകയും ചെയ്തു. ചൈനയിൽ നിന്നുള്ളവർ എത്തിയത് അവിടെയുള്ള ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ട് കമ്പനിയുടെ ഭാഗമായി എത്തിയ ചൈനയിലെ സാങ്കേതിക വിദഗ്ധരും കോൺട്രാക്ടർമാരുമാണ് എന്നാണ് ചൈനീസ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ചേർന്ന വിഷയത്തിൽ നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി നടപടികളും ആരംഭിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ അംഗങ്ങളാണ് എന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ആക്രമണം നടന്നിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലെത്തിയവർ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്ത ചൈനീസ് പൗരന്മാരായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 3 പേരാണ് കൊല്ലപ്പെട്ടത്. 17 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അവസാനം നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു മേഖലയിൽ നമുക്കറിയാവുന്നതാണ്, ഈ രാജ്യങ്ങളുടെ ഒരു സഹകരണം ശക്തമായി വരുന്നതിനെതിരെ ചില കക്ഷികൾക്ക് ചില നിലപാടുകളുണ്ട്. അതിൻ്റെ മാത്രമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ അന്താരാഷ്ട്ര തലത്തിലുള്ള തങ്ങളുടെ ശേഷി തെളിയിക്കുന്നതിന്, അതായത് അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ തങ്ങൾ കുറേ കൂടി ശക്തരാണ് എന്നൊരു ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം ഈ സ്ഫോടനം നടന്നത് എന്ന വിവരമാണ് പ്രാഥമികമായി ഇപ്പോൾ പുറത്തു. ഇവിടെ ഈ കൊല്ലപ്പെട്ടവരിൽ ചൈനീസ് പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് പൗരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ചൈന അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ വിശദമായൊരു അന്വേഷണം, കേവലം ഒരു പോലീസിൻ്റെയോ അതുപോലുള്ള സംവിധാനങ്ങളുടെ അന്വേഷണം എന്നതിലുപരി വിശാലമായൊരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ വരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ സംയുക്തമായ അന്വേഷണങ്ങൾ നടക്കുമെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി അത്തരത്തിലൊരു അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ചൈന വളരെ കൃത്യമായി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പല വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ കൂടി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിന് തൊട്ട് മുന്നോടിയായി നടന്ന ഈ ആക്രമണത്തെ കൃത്യമായും പരിശോധിക്കുക തന്നെ വേണമെന്ന നിലപാട് തന്നെയാണ് ചൈന ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു പ്രശ്നം, അതായത് ചൈന വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പല ആവശ്യങ്ങളിൽ വലിയ സഹകരണം പാകിസ്ഥാനുമായി നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷണം നടത്തേണ്ടതുണ്ട് എന്നൊരാവശ്യം ചൈന ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, പല ട്രാവൽ അഡ്വൈസറികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പാകിസ്ഥാനിലുള്ള ചൈനീസ് പൗരന്മാരോട് ജാഗ്രത പാലിക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ സ്ഫോടനം നടന്നത് ബലൂച്ച് ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു സംഘടന, ബലൂച്ച് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ആക്രമണം നടത്തിയതെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഐസം പറഞ്ഞതുപോലെ തന്നെ ബലൂച്ച് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ള സംഘടന ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അതിൽ ചൈനീസ് പൗരന്മാരടക്കം കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലുള്ള വിലയിരുത്തലുകളാണ് വിദേശകാര്യ വിദഗ്ധരടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധരടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശകലനം ചെയ്യുന്നത്?
തീർച്ചയായും ഈ നിലവിലെ സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പാകിസ്ഥാന് ചൈന നൽകുന്ന ഒരു പിന്തുണ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രബലമായൊരു സ്ഥാനത്ത് നിലനിൽക്കുന്നതിന് ഒരു പരിധിവരെ സഹായകരമാകുന്നത്. ആ അവകാശം അല്ലെങ്കിൽ ആ ഒരു സാധ്യത വൻതോതിൽ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന് തെളിവാണ് ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാട് ഭാരതം കാലങ്ങളായി എടുക്കുന്നുണ്ട്. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രത്തെ, അതായത് ഭാരതത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഭാരതത്തെ എതിർക്കാനുള്ളൊരു പ്രോത്സാഹനമായി മാറുന്നു എന്നൊരു നിലപാടാണ് ഭാരത സർക്കാർ തന്നെ ഉന്നയിച്ചിരുന്നത്. അതുപോലെ നിരവധിയായ വിഷയങ്ങൾ പാകിസ്ഥാനിൽ ഈ ചൈനയുടെ ഇടപെടൽ മൂലമുണ്ടാകുന്നുണ്ട്. അത് പല വിഷയങ്ങളുണ്ട്, അതായത് ഭീകരവാദ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആ രാഷ്ട്രകൂടത്തെ തന്നെ അംഗീകരിക്കാത്ത മറ്റു പല സംവിധാനങ്ങളും പാകിസ്ഥാനിലുണ്ട്. അവരെല്ലാം തന്നെ ചേർന്ന് തിരിച്ച് ഒരു റിയാക്റ്റീവായ സമീപനം ഈ ചൈനയുമായുള്ള ബന്ധത്തിൽ സ്വീകരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, പവർ കോർപ്പറേഷൻ്റെ സ്റ്റാഫാണ്. അത്തരത്തിലുള്ള പശ്ചാത്തല വികസന രംഗങ്ങളിൽ റോഡ് നിർമ്മാണം, പവർ കോർപ്പറേഷൻ, അതുപോലുള്ള ഭക്ഷ്യോൽപാദന രംഗത്ത് പോലും ചൈനയുടെ നിക്ഷേപം വളരെ ശക്തമായുള്ള ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള താല്പര്യങ്ങളും, അതായത് ചില നിക്ഷേപ താല്പര്യങ്ങൾ പോലും ഇതിന് പിന്നിലുണ്ട് എന്നതും, അതുപോലെ തന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ സ്ഥിരീകരണങ്ങളും അന്വേഷണങ്ങളും അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം അനിവാര്യമെന്ന നിലപാട് വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ചൈന ആവശ്യപ്പെട്ടിരിക്കുന്ന അന്വേഷണം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും. ഈ അന്വേഷണം കാര്യക്ഷമമായി നടത്തേണ്ടത് ഏത് രീതിയിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു എന്നത് സ്വയം ബോധ്യപ്പെടുന്നതിനും അതുപോലെ തന്നെ തങ്ങളുടെ പൗരന്മാരെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 3 പേർ വിദേശ രാജ്യത്ത് തങ്ങളുടെ പൗരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 17 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായി അവിടെ സ്ഥാപിച്ച ഒരു പവർ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ പശ്ചാത്തല വികസന സൗകര്യത്തിനായി ഒരു സംവിധാനം ഒരുക്കിയ വൈദ്യുത നിലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടെത്തിയ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും മറ്റ് സാങ്കേതിക വിദഗ്ധരുമെല്ലാം ആണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഒരു പക്ഷേ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ജീവനക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടെത്തിയവരാണോ എന്ന സംശയവും ഇതിന് പിന്നിലുണ്ട്. ഈ 2 വിഷയങ്ങളും ഒരേ സമയം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ചൈന മുന്നോട്ട് വയ്ക്കുന്ന അന്വേഷണ ആവശ്യം ഇക്കാര്യത്തിൽ അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. ചൈന പാകിസ്ഥാനോട് ഇത്തരത്തിലുള്ള അന്വേഷണ ആവശ്യം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാനുമായുള്ള സൗഹൃദത്തിൽ ചൈനയ്ക്ക് ചില വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അത് തന്നെയാണ് ഐസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് എല്ലാ ഒത്താശയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെയുള്ള അതിക്രമത്തിന് അതിർത്തികളിൽ കൂപ്പുകൂട്ടാൻ എല്ലാ സന്നാഹങ്ങളും ചൈന ഒരുക്കുകയാണ്. ഇപ്പോൾ ചൈനീസ് പൗരന്മാരടക്കം ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമ്പോൾ ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് സ്വാഭാവികമായും വരാൻ പോകുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ചൈന ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ തീർച്ചയായും അത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, അതായത് തങ്ങളുടെ പൗരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു, തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ചൈനീസ് എംബസി വളരെ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചൈനീസ് എംബസിയുടെ നിർദ്ദേശം തന്നെ പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഭരണകൂട സംവിധാനത്തിൽ, പാകിസ്ഥാൻ്റെ ഭരണകൂട സംവിധാനത്തിലുള്ള ഒരു മിസ്ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു വിശ്വസ്തതയില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. ആ വിശ്വസ്തതയില്ലായ്മ തന്നെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കുന്നു എന്നതിനെ ഒന്നാമത്തെ സൂചന. തങ്ങളുടെ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോൾ തങ്ങളുടെ പൗരന്മാർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിനെ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നൊരു സന്ദേശം, അല്ലെങ്കിൽ ഒരു കൃത്യമായ നിരീക്ഷണം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. മാത്രമല്ല 3 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ അവസാനം നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനിയും മരണസംഖ്യ ഒരു പക്ഷേ ഈ 17 പേരിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് എന്നും പറയുന്നുണ്ട്. അത് ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുമ്പോൾ ചൈനക്ക് തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ട അനിവാര്യതയുണ്ട്. പക്ഷേ ചൈനയ്ക്കെതിരായ വികാരം പാകിസ്ഥാനിൽ അതിശക്തമായി വളർന്നു വരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി, ആ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ചൈനയ്ക്ക് തന്നെ തിരിച്ചടിയായ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഈ വിള്ളൽ ഒരു വലിയ വിള്ളലായി വളരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഏറെ സാമ്പത്തികമായും അതുപോലെ തന്നെ സാങ്കേതികമായും ദുർബലപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി എന്ന റിപ്പോർട്ട്. ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തടക്കം വിവിധ ഇടങ്ങളിലായാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ചൈനീസ് പൗരന്മാരും. SCO രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി ഈ മാസം 15-നും 16-നും പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത്. വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് നൽകിയത്.